ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാം ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും പ്രേക്ഷകർ വിജയിക്കുമോ PR വിജയിക്കുമോ എന്നാണ്. എല്ലാ സീസണുകളിലും നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോൾ PRകൾ ഉണ്ടാകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സീസണുകളിലും പല കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. PR വെച്ച് നല്ല രീതിയിൽ ഹൈപ്പ് നേടി മുന്നോട്ട് വന്ന കണ്ടസ്റ്റൻസും ഉണ്ട്. എന്നാൽ പോലും സീസൺ 1 മുതൽ ഈ ഒരു സീസൺ 7 വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PR എന്ന് കേട്ടിരിക്കുന്നത് ഈ ഒരു സീസണിലുമായിരിക്കും. ഏറ്റവും കൂടുതൽ PR ഇറങ്ങി ഈ ഒരു സീസണെ തന്നെ നശിപ്പിച്ച സീസൺ എന്ന് പറയുന്നതും ഈ ഒരു സീസൺ 7 തന്നെ ആയിരിക്കും. അതുപോലെ കഴിഞ്ഞ സീസണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും എത്ര രീതിയിൽ PR ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും PR വെച്ച് ഗെയിം കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് കാഴ്ചവെച്ച് അവരുടേതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ സൃഷ്ടിച്ചായിരിക്കും വിജയിച്ചിരിക്കുന്നത്. ബാക്കപ്പിൽ ഒരു PR ടീമും ഉണ്ടായിരിക്കാം അല്ലെ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു എന്താ പറയുന്നത് പ്രേക്ഷക സപ്പോർട്ടും പ്ലസ് PR ആ ഒരു രീതിയിലാണ് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര PR ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ PR ബാക്കപ്പ് ഉണ്ട്, PR സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സീസണിൽ ആ ഒരു ജയിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ വിന്നർ മെറ്റീരിയലിന് നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് ജെനുവിൻ ആയിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തുടക്കം മുതൽ PR അഴിഞ്ഞാട്ടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മറ്റൊരു സീസണിലും കാണാത്ത അത്ര PR ബഹളമാണ് ഈ ഒരു സീസണിൽ കാണുന്നത്. ചില കണ്ടസ്റ്റൻസിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റുകളും അവരുടെ കുറ്റങ്ങളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയിട്ട് പെയ്ഡ് വോട്ട് വരെയും സ്വരൂപിച്ച് മറ്റ് പല നല്ല കണ്ടസ്റ്റൻസിനെ പുറത്താകുന്ന രീതിയെല്ലാം ഈ ഒരു സീസണിൽ നമ്മൾ നല്ല രീതിയിൽ കണ്ടു. മറ്റ് സീസണുകളിലും ഇതുപോലെയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സീസണിൽ മികച്ച രീതിയിൽ ഗെയിം കളിച്ചു പോരുന്ന കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിലും ഗെയിം കളിക്കാത്ത കണ്ടസ്റ്റൻസിന് വരെയും വോട്ട് മറിച്ച് നൽകിയും അതുപോലെ തന്നെ ഇവർക്കെതിരെ മോശം ആരോപണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നല്ല രീതിയിൽ നടത്തിയും അത് മുൻ സീസണുകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫാൻ ബേസ് ഒക്കെ നടത്താറുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രാവശ്യം മാത്രം അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ PR അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. എത്ര ലക്ഷത്തിന്റെ PR ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം PR ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു PR ഏജൻസി ഹയർ ചെയ്തിട്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും വീതിച്ച് നൽകി കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമുള്ള പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് എത്രത്തോളം പോസ്റ്റുകളാണ് ഇവർക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മൾ ജെന്യുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അത് എല്ലാ കണ്ടസ്റ്റൻസിനും ജെന്യുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റീല് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് ഇവരൊക്കെ പടച്ചു വിടുന്ന ഓരോ പോസ്റ്റുകളും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോകും. മറ്റു പല കണ്ടസ്റ്റൻസിനെതിരെയും ആരോപണങ്ങൾ നടത്തുന്നു. ഈ പറയുന്ന സോ കോൾഡ് കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസിന് ഉള്ളിൽ ഹൗസിനുള്ളിൽ ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ലാതെ നടത്തുന്ന ആരോപണങ്ങളും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്ത് അവർക്ക് ഒരു നല്ല രീതിയിലുള്ള ഹേറ്റേഴ്സ് പുറത്തു വരത്തക്ക രീതിയിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്കിടയിലേക്ക് അങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ലൈവ് കാണുന്ന പ്രേക്ഷകർ മാത്രമല്ല, എപ്പിസോഡ് കാണുന്നവരും ഇത് രണ്ടും കാണാത്തവരുമുണ്ട്, റീൽസുകളും കണ്ട് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുമുണ്ട്. സോ റീൽസുകളിൽ കട്ട് ചെയ്ത് വിടുന്ന സംഭവങ്ങളും പോസ്റ്റുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പടച്ചു വിടുന്ന ഫേക്ക് ന്യൂസുകളും കണ്ടിട്ട് പ്രേക്ഷകരെല്ലാം പല കണ്ടസ്റ്റൻസിനും എതിരെ തിരിയാറുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ PR എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ കുറെ പേർ ചിന്തിക്കും ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാണ് PR ആകുന്നത്, ഞങ്ങളും PR ആണോ, അപ്പൊ PR വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കുമോ? PR എന്ന് പറയുന്നത് ഓരോ പ്രേക്ഷകനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർ, ഞാനടക്കം വരുന്ന പ്രേക്ഷകർക്കുള്ളിലേക്ക് ഇന്ന കണ്ടസ്റ്റന്റ് നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റുകൾ എന്നും അടിച്ചിറക്കുക എന്നത് തന്നെയാണ്. അതിൽ ഇൻഫ്ലുവൻസർ ആകുന്നതാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത്. പ്രേക്ഷകരെന്നും ഞങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്, ഞങ്ങൾ പ്രോപ്പറായിട്ട് വിലയിരുത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്നും ഒരേ സംഭവങ്ങൾ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി നല്ല രീതിയിൽ ഹൈപ്പ് അടിച്ച് കാണുമ്പോൾ പല പോസ്റ്റുകളിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണ്ടസ്റ്റൻസിലേക്ക് നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ചായവുണ്ടാകും. അതാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ വിഷ്വൽ മാജിക്കിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന PR ഏജൻസികളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് തമിഴ് ബിഗ് ബോസിന്റെയൊക്കെ പ്രേക്ഷകരൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ മലയാളി പ്രേക്ഷകർ ബിഗ് ബോസിന്റെ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. ഈ പറയുന്നത് പോലെ കരച്ചിൽ നാടകത്തിനും സിമ്പതി കാർഡിനും അതുപോലെ തന്നെ വുമൺ കാർഡ് ഇറക്കുന്നവർക്കും വേണ്ടി മാത്രം സിമ്പതി വോട്ട് നടക്കുന്ന ഒരു പ്രേക്ഷക സമൂഹമാണ് ഞാൻ കണ്ടുവരുന്നത്.
ഇത്ര സീസണോളം കണ്ടിട്ടും ഒരു പ്രേക്ഷകർക്ക് പോലും നല്ല രീതിയിൽ ചിന്തിച്ച് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സീസൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളി ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നല്ല നല്ല ഗെയിം കളിച്ച് സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞു വന്ന എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട് നിലവിൽ ഈ ഒരു ഫിനാലയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അതിൽ തീർത്തും വേസ്റ്റ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും ഈ ഒരു ഫിനാലയിൽ പോലും ഉണ്ട്. എന്തുകൊണ്ട്? അത് പ്രേക്ഷകർ തന്നെ ഈ പറയുന്ന പല PR വർക്കുകളും പടച്ചു വിടുന്ന ന്യൂസുകളിലെല്ലാം ഇൻഫ്ലുവൻസർ ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റാതെ തങ്ങൾക്ക് പുറത്തുനിന്ന് അവർക്ക് കുറച്ച് ഫെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ഫെയിമിൽ വന്ന് അവർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനുള്ളിലെത്തിയും അവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാതെ ഈ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതെ വെറുതെ ഫേക്ക് നാടകങ്ങളും പ്രേക്ഷകരെ പറ്റിച്ച് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും ഒക്കെ വോട്ട് ചെയ്ത് അവര് മുന്നോട്ട് വന്ന് നല്ല നല്ല കണ്ടസ്റ്റൻസ് എല്ലാം വെളിയിലേക്ക് പോയി. സോ അൾട്ടിമേറ്റ്ലി ഈ ഒരു സീസൺ 7 എന്ന് പറയുന്നത് പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് PR ഏജൻസികൾ നടത്തിയ ഒരു തികച്ചും അഴിഞ്ഞാട്ടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. PR ആയിരിക്കും ഈ ഒരു സീസണിൽ ജയിക്കാൻ പോകുന്നതും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ സ്വയം വിഡ്ഢികളായിട്ട് PR ഏജൻസികൾക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം അധംപതിച്ചു പോയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ്. PR കാരണം നല്ല പല കണ്ടസ്റ്റൻസിനെയും പുറത്ത് വ്യക്തിഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണേലും നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ PR ജയിക്കുമോ അതോ നല്ല രീതിയിൽ ബിഗ് ബോസിനെ കണ്ട് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന പ്രേക്ഷക സമൂഹം വിജയിക്കുമോ എന്നൊക്കെ. ഇതിപ്പോൾ ഇന്ന പർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ മാത്രം ഞാൻ അത് എടുത്ത് പറയുന്നില്ല കേട്ടോ. ആ ഒരു കണ്ടസ്റ്റന്റ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം ഈ പറയുന്ന PR ഉള്ള കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും തന്നെ PRകളും കാര്യങ്ങളും ഉണ്ട്. അതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ഈ PRനെ വെച്ചുകൊണ്ട് സ്വയം നാടകം നടത്തി മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്ത് മോശമാക്കി കാണിച്ച് ജയിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യവുമില്ല. അവർക്ക് ഞാൻ തീർത്തും സപ്പോർട്ട് കൊടുക്കത്തുമില്ല. സോ ഇവരെയൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവരെയൊക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് വോട്ട് ചെയ്ത് ജെനുവിനായി നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് വിജയിക്കാൻ സാധിക്കുമെന്നതാണ് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിൽ. അതോ കംപ്ലീറ്റ്ലി ഒരു PR-ന്റെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രം ഒരു കണ്ടസ്റ്റന്റിന് വിജയിക്കാൻ സാധിക്കുമെന്നുമാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വരും സീസണുകളിലേക്ക് ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും ബിഗ് ബോസ് തന്നെ കൊടുക്കാൻ പോകുന്നത്. ബിഗ് ബോസ് തന്നെ ഇത് നിർത്തലാക്കണം. PR ഒക്കെ വേണം, അത് അവരുടെ ബിസിനസ്സും കൂടിയാണ്. സോ PR ഉണ്ടെങ്കിൽ പോലും PR മാത്രം പോരാ, സ്വന്തം കഴിവുകളും അഭിപ്രായങ്ങളും നിലപാടുകളും ടാലൻസും ഒക്കെ കാണിച്ച് മാത്രമേ ഒരു കണ്ടസ്റ്റന്റിന് ബിഗ് ബോസിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കണം. അതിന് ഈ PR മാത്രം പോരാ എന്ന് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ വരും സീസണുകളിൽ ബിഗ് ബോസ് മലയാളം രക്ഷപ്പെടുത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരും സീസണുകളിലെല്ലാം ലക്ഷങ്ങളുടെ PR-മായിട്ടായിരിക്കും ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നത്. ആ ഒരു PR-നെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര പോലെ മാസ് പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു സീസണിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് തട്ടിക്കൂട്ടി ആ ഒരു PR-നെ ഓവർകം ചെയ്ത് മുന്നിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ PR ഏജൻസി വഴി എല്ലാ കണ്ടസ്റ്റൻസിനെയും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ മോശമാക്കി അതിനുള്ള അവസരങ്ങൾ ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയെടുത്ത് ആ കണ്ടന്റുകൾ പുറത്തെടുത്ത് ഇവരെ മോശമാക്കി എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് പല രീതിയിൽ ആക്രമിച്ച് ഇവരെല്ലാം നശിപ്പിച്ച് പണ്ടാരമടക്കി കളയും ഈ PR വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു സീസൺ നമുക്ക് നോക്കാം. ഈ ഒരു സീസണിന്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് PR ജയിക്കുമോ അതോ പ്രേക്ഷകർ ജയിക്കുമോ എന്ന് പോലും ശരിക്കും പറയാൻ സാധിക്കത്തില്ല. കാരണം പ്രേക്ഷകർ പോലും ഈ PR-ന്റെ അടിമകളായി തുടങ്ങി. കാരണം PR-ന്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ അടിമകളായിട്ടാണ് പല കണ്ടസ്റ്റൻസിനും വോട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചതും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സോ കോൾ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ പുറത്തെ ഫെയിമിൽ വോട്ട് ചെയ്യുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർ ആ ഒരു ഫെയിമിൽ മാത്രം വോട്ട് ചെയ്യുകയാണ്. ബിഗ് ബോസിനുള്ളിലെ ഫെയിമിലൊന്നും അല്ല ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മുന്നോട്ട് വരുമ്പോൾ ഈ ഇൻഫ്ലുവൻസഡ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒത്തിരിയധികം പ്രേക്ഷകരുണ്ട്. തന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെയുള്ള കരച്ചിൽ നാടകങ്ങളും സിമ്പതി കാർഡുകളും ഉമ്മൺ കാർഡുകളും കുലസ്ത്രീ കാർഡുകളും ഒക്കെ ഇറക്കി നിൽക്കുന്നവരൊക്കെ അങ്ങനെയുള്ള പ്രേക്ഷകരെ ലക്ഷ്യം വെച്ച് നാടകം നടത്തിയപ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിന്റെ കട്ടുകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പരത്തി PR-കൾ നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആക്കി നിങ്ങളെ അടിമകളാക്കിയിരിക്കുകയാണ്. എനിവേസ് നോക്കാം, PR-കളും അവർക്ക് അടിമകളായിട്ടുള്ള പ്രേക്ഷകരും മാത്രമാണോ ഈ ഒരു സീസൺ ജയിക്കാൻ പോകുന്നത് അതോ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ജെന്യുവനായി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ജയിക്കുമോ, അവരെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർ ജയിക്കുമോ എന്നൊക്കെ നോക്കാം. എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് തുറന്നു പറയുക. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, അതുപോലെ തന്നെ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന് എനിക്കറിയാം, അത് അങ്ങനെ തന്നെ നിന്നുകൊള്ളട്ടെ. കാരണം എല്ലാ സംഭവങ്ങൾക്കും അഭിപ്രായം പല രീതിയിലും പലരിടത്തുനിന്നും പല
രീതിയിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കാരണം ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിന്റെ ചർച്ചയാണ്, ബിഗ് ബോസിന്റെ റിവ്യൂ ആണ്, അഭിപ്രായമാണ്. അതിൽ എല്ലാ രീതിയിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു. കാരണം ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്റെ അഭിപ്രായങ്ങളോട് എതിർക്കുന്ന ആളുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ യോജിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതൊക്കെ അങ്ങനെ തന്നെ നിന്നുകൊള്ളട്ടെ. എനിവേസ്, നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരായിരിക്കും ഈ ഒരു സീസൺ ജയിക്കാൻ പോകുന്നത്, അതുപോലെ PR-ഉം ജനങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു കടുത്ത പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.